നമസ്കാരം. വാമനാവതാരം തുടർച്ച 3. അപ്പോൾ മഹാബലി ഈ പർണശാലയിൽ ചെന്ന് വാമനമൂർത്തിയോട് പറഞ്ഞു, താങ്കൾക്ക് അദ്ദേഹത്തിൻ്റെ കൈയും കാലും ഒക്കെ കഴുകി ചോദിച്ചു, താങ്കൾക്ക് എന്താണ് ആവശ്യം, എന്ത് വേണമെങ്കിലും ചോദിക്കാം, എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം, ഞാൻ എന്ത് വേണമെങ്കിലും തരാൻ തയ്യാറാണ്. വാമനമൂർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് താങ്കളെപ്പറ്റി അറിയാം, താങ്കൾ എന്ത് വേണമെങ്കിലും തരുമെന്ന് അറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ആവശ്യം മറ്റൊന്നുമല്ല, തപസ് ചെയ്യാൻ വേണ്ടി വെറും 3 അടി മണ്ണ് എനിക്ക് ദാനം ചെയ്താൽ മതി. ഇത് കേട്ട സമയത്ത് അദ്ദേഹം മഹാബലി വീണ്ടും വീണ്ടും തൊഴുന്നു, മഹാപ്രഭു, ഈ ചെറിയ ആവശ്യത്തിന് വേണ്ടി എൻ്റെ അടുത്ത് വരണം, ഈ രാജ്യം മുഴുവൻ തങ്ങളുടേതാണ്, എവിടെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും എടുക്കാം, ആരും ചോദിക്കില്ല. അതുകൊണ്ട് ഇത് ചോദിക്കാനാണോ, വേറെ എന്തെങ്കിലും ആണെങ്കിൽ ചോദിക്കും, ഞാൻ തരാം. ഇത് എന്നോട് ചോദിക്കേണ്ട, ഈ ഭൂമി മുഴുവൻ നിങ്ങൾക്ക് എടുക്കാം. വാമനൻ പറഞ്ഞു, ഞാനൊരു സന്യാസിയാണ്, എനിക്ക് തപസ് ചെയ്യാനുള്ള 3 അടിയാണ് ആവശ്യം. ഈ ഭൂലോകം കൊണ്ട് ഞാൻ ഒന്നും നടന്നില്ല. ഒരാളുടെ സമ്മതമില്ലാതെ ആ സ്ഥലം ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ഈ ചോദിച്ചത്. ഉടനെ മഹാബലി പറഞ്ഞു, ഓ ശരി, താങ്കൾക്ക് ആവശ്യമുള്ളത് എന്ത് വേണമെങ്കിലും എടുക്കാം. ഈ സമയത്ത് ശുക്രാചാര്യർ അവിടെയുണ്ട്. അദ്ദേഹം ഉടനെ പറഞ്ഞു, മഹാരാജാവേ, അരുത്, ഈ വന്നിരിക്കുന്നത് ഒരു സാധാരണ വടുവല്ല, ഇത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ഈ ചോദിക്കുന്നതിൻ്റെ പിൻവശത്ത് എന്തോ ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് താങ്കളെ നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ഇത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്, വാഗ്ദാനം ചെയ്യരുത് എന്ന് പറഞ്ഞു. അതിനധികം ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്താണ്? ആദ്യം പറഞ്ഞു, എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് ഈ വാക്ക് മാറ്റൂ എന്ന് പറഞ്ഞ സമയത്ത് മഹാബലി പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ കൊടുത്ത വാക്ക് മാറ്റുന്ന പതിവില്ല, അതെനിക്ക് ഞാനങ്ങനെ ചെയ്യില്ല, നുണ പറയാൻ പാടില്ല പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, പൊളി അഥവാ നുണ ചില പ്രത്യേക സമയങ്ങളിൽ ചെയ്യാം എന്ന് വേദങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? സ്ത്രീകളെ കല്യാണം കഴിക്കുന്ന അവസരങ്ങളിൽ, സ്ത്രീകൾക്ക് കല്യാണം കഴിക്കേണ്ട അവസരങ്ങളിൽ പൊളി പറയാം. ആപത്തുകളിൽ നമ്മൾ സ്വയം ആപത്തിൽപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പൊളി പറയാം. സത്യസന്ധതയിൽ നമ്മൾ സമ്പാദിച്ച ധനം നഷ്ടപ്പെടുകയാണെങ്കിൽ പൊളി പറയാം. അഗ്നിയിലോ വെള്ളത്തിലോ പെട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പൊളി പറയാം. രാജ്യം നഷ്ടപ്പെടുകയാണെങ്കിൽ, ശത്രുക്കളുടെ കയ്യിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ രാജാവിന് പൊളി പറയാം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നുണ പറഞ്ഞ് ഈ വാക്ക് മാറ്റണം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല, അധർമ്മം ഞാൻ ചെയ്യില്ല, എന്തു തന്നെ വന്നാലും ഞാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞു, ഞാനത് ചെയ്യും എന്ന് മഹാബലിയെ വിളിച്ച് വിന്ധ്യാദേവി, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് വിന്ധ്യാദേവി, അവരോട് പറഞ്ഞു ജലം കൊണ്ടുവരാൻ പറഞ്ഞു. കിണ്ടിയിൽ ജലം കൊണ്ടുവന്നു. രണ്ടുപേരും പരസ്പരം ഹസ്തദാനത്തിൽ വെച്ചു. ഇദ്ദേഹത്തിൻ്റെ വലത് കൈയിൽ വെച്ച് വിന്ധ്യാദേവിയോട് ജലം ഒഴിക്കാൻ പറഞ്ഞു. ഈ കർമ്മം എന്തിനാറിഞ്ഞു? സത്യസന്ധം, അന്നത്തെ കാലത്ത് ബോണ്ട് പേപ്പറും വക്കീലും ഒന്നുമില്ല രജിസ്റ്റർ ചെയ്യാൻ സത്യസന്ധം. ഇത് തന്നെയാണ് അന്നത്തെ കാലത്തുള്ള സത്യം ചെയ്യാൻ. ആ സത്യം വഹിക്കും. ഈ സത്യം കോടതിയിൽ പോയാൽ ചിലപ്പോൾ തോറ്റൊന്നും വരും. അതങ്ങനെയല്ല. അത് കയ്യിൽ ജലമൊഴിച്ചു കഴിഞ്ഞാൽ ആരെയൊക്കെ സാക്ഷ്യപ്പെടുത്തണം? ഒന്ന്, സൂര്യഭഗവാൻ. രാത്രികാലങ്ങളിൽ ആ സത്യം ചെയ്യുന്ന പതിവില്ല, പകൽ സമയത്തേ ചെയ്യുള്ളൂ. സൂര്യഭഗവാനെ സാക്ഷി നിർത്തി, പിന്നെ സാധാരണഗതിയിൽ അഗ്നിയെ സാക്ഷി നിർത്തിയിട്ടാണ് ചെയ്യുക. ഇവിടെ സൂര്യഭഗവാൻ, വായു, പ്രകൃതി, ജലം, ഇങ്ങനെ എല്ലാത്തിനെയും സാക്ഷി നിർത്തിയിട്ടാണ് ഈ ജലം ഒഴിക്കുന്നത്. അപ്പോൾ സത്യത്തിന് തന്നെ പല വ്യത്യാസമുണ്ട്.
വിവാഹം ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈപിടിച്ച് അഗ്നിസത്യം അഗ്നിദേവനെ പ്രദക്ഷിണം വെച്ചിട്ട് അഗ്നിസാക്ഷിയായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ അഗ്നിസാക്ഷി പറഞ്ഞ ഒരാൾ മാത്രമേ ഉള്ളൂ. കോടതിയിൽ പോയ അയാൾ നാളെ അയച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ പോയി. ഇവിടെ അങ്ങനെയല്ല, ഒരുപാട് സാക്ഷികളുണ്ട്. പ്രകൃതി, വായു, ജലം, സൂര്യൻ, ഇങ്ങനെ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്ന 3 അടി മണ്ണ് എടുക്കാം എന്ന് പറഞ്ഞു. ഈ ജലം കയ്യിൽ ഒഴിച്ച ശേഷം അത് പ്രോഷ്ടിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ആ മഹർഷി, അതായത് ശുക്രാചാര്യ ആ വെള്ളം എടുത്ത് പ്രോഷ്ടിക്കാൻ വേണ്ടി തെളിച്ച സമയത്ത് ആ ജലം അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ട് അതിൽ ഒരു കീടപ്പെട്ടു. അദ്ദേഹം അതിനെ നിവർത്തിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടും പറ്റിയില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വാമദേവൻ എന്ത് ചെയ്തു വെച്ചാൽ ദർഭ കൊണ്ട് ആ കണ്ണിലുള്ള കീടയെ മാറ്റി. അതുകൊണ്ടാണ് ശുക്രാചാര്യക്ക് ഒരു കണ്ണ് പൊട്ടിയതായി കാണുന്നത്. നമ്മളൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്, ആ ജലമൊഴിക്കുന്ന ജലപാത്രത്തിൻ്റെ കിണ്ടിയൊക്കെ അകത്ത് ഒരു തവള പോയിരുന്നു, അതുകൊണ്ട് ഒരു കുത്തുകുത്തി, അങ്ങനെ കണ്ണുപൊട്ടി. ശുക്രാചാര്യ തവളയായി അവിടെ ഇരുന്നു, കണ്ണുപൊട്ടി എന്ന് പറയുന്നു. ചിലവർ പറയും ഗരുഡൻ വന്ന് കണ്ണുപൊട്ടി. പക്ഷേ വാസ്തവത്തിൽ സംഭവിച്ച ഇതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണു വന്നു. പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് ഭഗവാൻ ചെയ്യുന്നതാണ്, അറിയാതെ ചെയ്യില്ല. ആ കൃമി എടുക്കുന്ന അവസരത്തിൽ ഈ ദർഭമിന് കൊണ്ടു ശുക്രാചാര്യരുടെ കണ്ണിന് അദ്ദേഹം പൊട്ടിച്ചത് തന്നെയാണ്. പല കാരണങ്ങളുണ്ട് അതിൻ്റെ പിന്നാലെ. പിന്നെ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ അദ്ദേഹം ഒരടി അളന്നു, ഭൂമിയും ഇതൊക്കെ ആയി. 2ാമത്തെ അടി കഴിഞ്ഞു, ഭൂമിയും ആകാശവും സ്വർഗവും എല്ലാം അളന്നു. 3ാമത്തെ അടിക്ക് സ്ഥലമില്ല. ഇദ്ദേഹം വളർന്നു ആകാശം വരയ്ക്ക് എത്തി. 3ാമത്തെ അടിക്ക് സ്ഥലമില്ല. അപ്പോൾ ചോദിച്ചു, മഹാരാജാവേ, നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന സത്യം പാലിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ 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 സന്തോഷത്തോടുകൂടി പറഞ്ഞു, ഭഗവാനെ, അധർമ്മം ഞാൻ ഒരിക്കലും ചെയ്യില്ല, സത്യം എപ്പോഴും ഞാൻ രക്ഷിക്കും, എൻ്റെ ശിരസിൽ കാൽ വയ്ക്കാം എന്ന് വെച്ച് ശിരസ് കാട്ടിക്കൊടുത്തു. ഭഗവാൻ ആ ശിരസിൽ വെച്ച് പാതാളത്തേക്ക് അദ്ദേഹത്തെ താഴ്ത്തി സ്വയം വാമനും പാതാളത്തേക്ക് പോയി. 2 പേരും കൂടിയിട്ടാണ് പോകണം കേട്ടോ. ചിലരൊക്കെ പറയും ഇദ്ദേഹത്തിനെ അടിച്ച് താത്തൊന്നുമല്ല, ഇദ്ദേഹവും കൂടെ പോയി. എന്തിനാണ് കൂടെ പോയത്? ഇനി ഇവിടെ വേറൊരു വിചിത്രമുണ്ട്, നോക്കിക്കോ. ഈ സമയത്ത് പ്രഹ്ലാദൻ അവിടെ ഉണ്ടായിരുന്നു. ഈ സത്യഭാമ സമയത്തും കഴിയും. ഇതാർക്കും കാണാൻ സാധിച്ചില്ല. വാമനും ഈ മഹാബലിക്കും മാത്രമേ കാണാൻ സാധിച്ചു. മഹാബലിയുടെ മുത്തശ്ശനാണല്ലോ. അദ്ദേഹം വന്ന് കണ്ടു. അദ്ദേഹത്തിന് അനുഗ്രഹം കൂടി വാങ്ങിയ ശേഷമാണ് ശിരസ് കാട്ടുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ഈ വാനരൻ, അതായത് ഗരുഡൻ അമൃതം ചൊരിഞ്ഞു എന്ന് പറയും. ഈ വാനരന്മാരെല്ലാവരും കൂടി കൊട്ടിഘോഷിച്ചു എന്ന് പറഞ്ഞു. വാനരൻ, അതായത് ഭൂമി പറയാൻ ഞാൻ അദ്ദേഹം 3 പ്രാവശ്യം 21 പ്രാവശ്യം ഭൂമിയെ ചുറ്റി വിളംബരം ചെയ്തു. വാനര ശ്രേഷ്ഠന്മാരെല്ലാവരും കൂടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ പാതാളത്തിലേക്ക് അദ്ദേഹം പോയി. മഹാവിഷ്ണുവും കൂടെ പോയി. ഇനി ഇതിനെന്താ കാരണം? ഈ വിഷ്ണു അവിടെ പോകാൻ കാരണം എന്താണ്? അത് നമുക്ക് അടുത്ത് പറയാം.